യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്റെ വീട്ടിലേക്ക് പ്രതിഷേധം ഇരമ്പുകയാണ്. പോലീസ് പ്രവർത്തകർക്ക് നേരെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി വാഹനത്തിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞതോടെ പോലീസ് ലാത്തിവീശി ബാരിക്കേഡ് തള്ളിമാറ്റിയ പ്രവർത്തകരും പോലീസും തമ്മിൽ തലസ്ഥാനത്ത് തെരുവ് യുദ്ധമാണ്. തലസ്ഥാനം അങ്ങനെ തെരുവ് യുദ്ധമായി മാറുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും പ്രവർത്തകരെ ആലപ്പുഴയിലിട്ട് വളഞ്ഞിട്ട് പൊതിരത്തല്ലിയ സംഭവം, ഇന്നിപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയെ വളഞ്ഞിട്ട് തല്ലിയ അംഗപരിമിതൻ കൂടിയായ ആളെ തല്ലിയ സംഭവമൊക്കെ ഇപ്പോൾ പ്രതിഷേധ ജ്വാലയിലേക്ക് മാറുമ്പോൾ അമലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും നേർക്കാഴ്ചകൾ വിവരിക്കാൻ. അമൽ, എത്രത്തോളം പ്രതിഷേധം മുന്നോട്ട് പോകുന്നുണ്ട്? എത്രത്തോളം പ്രതിഷേധകർ അണിനിരക്കുന്നുണ്ട്? പോലീസ് കടുത്ത ഭാഷയിലാണോ നടപടി സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. മാർച്ച് പട്ടത്തുള്ള സന്ദീപിന്റെ വീട്ടിലേക്കായിരുന്നു. മാർച്ച് പട്ടത്ത് KCB ഓഫീസിന് മുന്നിൽ ഏകദേശം വീടിന് 200 മീറ്ററോളം അകലെ വെച്ച് മാർച്ച് തടഞ്ഞു. അതിനുശേഷമാണ് വലിയ തോതിലുള്ള സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് പ്രവർത്തകർ വന്നയുടൻ തന്നെ തകർത്തിരുന്നു. അതിനുശേഷം ഈ സന്ദീപിന്റെ വീടിന്റെ പരിസരത്തേക്ക് കടന്നു പോകാനുള്ള ശ്രമമാണ് വലിയ തോതിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് ആദ്യവട്ടം നേരിയ തോതിൽ ഉണ്ടുന്തള്ളും സംഘർഷവും ഉണ്ടായപ്പോൾ ലാത്തി വീശിയിരുന്നു. അതിനുശേഷം പിന്നീട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിനിടെ പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കല്ലേറുണ്ടായി. കല്ലേറുണ്ടായതിനെ തുടർന്നാണ് പിന്നീട് വലിയ തോതിലുള്ള സംഘർഷമുണ്ടായത്. ഏറ്റവും ഒരു സംഘർഷാന്തരീക്ഷം നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്തായി അധികം മാറി അല്ലാതെ DYFIയുടെ പ്രവർത്തകരും SFIയുടെ പ്രവർത്തകരും ആ പ്രദേശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് പോയേനെ. അതിനാൽ തന്നെ പോലീസ് കൃത്യമായ ജാഗ്രത പാലിച്ചിരുന്നു. ആ പ്രവർത്തകരുടെ അടുത്തേക്ക് എന്തായാലും അവർക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്റ്റെഫിൻ അതുവഴിയാണ് കടന്നു വന്നത്. സ്റ്റെഫിൻ, DYFI പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു വിട്ടുന്നു. DYFI പ്രവർത്തകർ എപ്പോഴും ഏതായാലും അവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ സംഘർഷാവസ്ഥയാണ് തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായും പറയുകയാണെങ്കിൽ ഈ സമീപകാലത്തൊന്നും തന്നെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥ. കാരണം 3 തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. അതിനുശേഷം ജില്ലാ പ്രസിഡന്റ് നേമൻ സജീറിന് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നത്തെ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും ഏറെ നേരത്തെ ഒരു പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമൻ സജീറിന് പരിക്കേൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടേറെ സ്ത്രീ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. അതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പോലീസ് ഇവരെ ഈ പ്രതിഷേധക്കാരെയെല്ലാം ഈ പട്ടത്ത് KCB ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിന് ശേഷം അവിടെ നിന്നും ആ ബാരിക്കേഡൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കലാശിച്ചത്. അതിനുശേഷം 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് വലിയ സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിന്നിരുന്നു. ഒട്ടേറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. വലിയ പ്രതിഷേധത്തിനൊടുവിൽ 3 തവണ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൻ്റെ വാഹനത്തിന് നേരെ കല്ലെറിയുന്ന അത്തരത്തിൽ അസാധാരണമായൊരു സാഹചര്യങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം നീങ്ങിയത്. ഏതായാലും ഇപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് ഒരു പക്ഷേ കലാശിക്കുമായിരുന്നു. കാരണം ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറുഭാഗത്ത് DYFIയുടെ പ്രവർത്തകരും അവിടെ അണിനിരന്നിരുന്നു. അവർ തമ്മിൽ ഒരു പക്ഷേ കണ്ടുമുട്ടാനൊരു സാഹചര്യമല്ല. ആ തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാകുമായിരുന്നു. ഇതുപോലെ ഒരു വലിയ പ്രതിഷേധം നമ്മൾ കണ്ടത് പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സമരത്തിന് ഇടയിലാണ്, KSUവിൻ്റെ സമരത്തിനിടയിലാണ്. ഇപ്പോഴേതായാലും സംഘർഷാവസ്ഥ തികച്ചും ഒതുങ്ങി എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാം. സ്റ്റെഫിനെങ്കിലും വളരെ പ്രധാനപ്പെട്ട ആശങ്ക, ഇരു വിഭാഗവും നേരിട്ട് മുഖാമുഖം വന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറും. അത്രമേൽ രോഷത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. പ്രതിരോധം തീർക്കാൻ DYFI കൂടി ഇറങ്ങുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ സ്ഥിതി ശാന്തമാണെങ്കിൽ കൂടിയും ഇനി പിരിഞ്ഞു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത് കൈവിട്ടു പോകാത്ത ഒരു സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ടോ? പോലീസിന്റെ സമീപനങ്ങളും തുടർ ജാഗ്രതയും ഒക്കെ എങ്ങനെയാണ്?
പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക്, അതായത് പട്ടം ഭാഗത്തേക്ക് ഇപ്പോൾ മാറ്റിയ സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് പരിക്കേറ്റിട്ടുണ്ട്. നേമം ഷജീറിന് കാലിനടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെ ഇവിടെ നിന്നും മാറിയ ഒരു സ്ഥിതിയാണ്. ആളുകളെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഈ പ്രവർത്തകരെയും പോലീസ് ഒരു ഭാഗത്തേക്ക്, പ്രധാനമായും ഈ പട്ടം ടൗൺ ഭാഗത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു കാരണവശാലും വശത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടേക്ക് കടന്നു വരുന്നില്ല. അതോടൊപ്പം പോലീസിൻ്റെ ഒരു വലിയ സുരക്ഷ ആ പ്രധാനപ്പെട്ട ആ ബാരിക്കേഡ് വെച്ചിരുന്ന ആ ഭാഗത്തും അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് പട്ടത്തേക്കുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷാവസ്ഥ ഇനി സ്ഥലത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ പറയാൻ കഴിയുക. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ പിരിഞ്ഞ് പോവുകയാണ്. ഏതായാലും സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായി ശമനമായി എന്ന് തന്നെ നമുക്ക് പറയാം. പ്രജീഷ്. ശരി.